കുറച്ച് മുന്നേ രേണു സുധി ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും ആ റീല് ഞാൻ കണ്ടു. ആ റീല് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു റീൽ വീഡിയോ, പാട്ടൊക്കെ ഇട്ട് ഒരു റീൽ വീഡിയോ, രേണുവിൻ്റെ വീടിന് മുന്നേ നിന്നുകൊണ്ടുള്ള ഒരു റീൽ വീഡിയോ. പക്ഷേ അതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് എഴുതി ചേർത്തിട്ടുള്ള ചില ക്യാപ്ഷൻസ് ആണ്. ഷഫീന എന്ന് പറയുന്ന ആ വ്യക്തിയെ രേണു അതി പരാമർശിച്ചിട്ടുണ്ട്. അറിയാലോ, രേണുവിനെ കുറിച്ച് പലതരത്തിലും പല കാര്യങ്ങളിലും പറഞ്ഞ വ്യക്തിയാണ് ഈ പറയുന്ന ഷഫീന എന്ന് പറയുന്ന ആൾ. അപ്പോൾ അവരെ കുറിച്ച് ആ ഒരു ക്യാപ്ഷൻ ചേർത്തിരിക്കുകയാണ്. ഇതാണ് ആ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. ശരിക്കും രേണുവിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ഒഴിവാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുകയല്ലേ വേണ്ടതെന്ന് പറയുന്നത്. മനഃപൂർവ്വം ഈ വയ്യാവേലികൾ എന്തിനാണ് വിളിച്ച് വരുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത്? വിമർശിക്കാനായിട്ടുള്ള ഒരു വകുപ്പ് നമ്മൾ ഇട്ടു കൊടുക്കുന്നതിന് തുല്യമായിരിക്കത്തില്ല അതെന്ന് പറയുന്നത്. അത് മാക്സിമം നിലവിലത്തെ സാഹചര്യത്തിൽ ഒഴിവാക്കുകയല്ലേ ശരിക്കും വേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് ആവശ്യമില്ലാത്ത രീതിയിൽ ഈ ഒരു തരത്തിൽ ആ ആളുടെ പേര് അതിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പിന്നും ഒരു വിമർശനത്തിന് ഇടയുണ്ടാക്കുന്ന തരത്തിലോട്ട്, അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് ഇടയുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റേണ്ട ആവശ്യം എന്ന് പറയുന്നത്. ഇനി ഈ വീഡിയോ എടുത്തിട്ട് അവർ റിയാക്ട് ചെയ്യുന്ന ആൾക്ക് കാര്യങ്ങൾ മാറണോ? അതാണോ ഈ പറയുന്ന രീതിയിൽ രേണു ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്? രേണു തന്നെ പറയുന്നു, എനിക്ക് മനസ്സമാധാനമാണ് വേണ്ടത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ രേണു പറയുന്നുണ്ട്. ശരിയാണ്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രേണുവിനെ സംബന്ധിച്ച് മനസ്സമാധാനമാണ് വേണ്ടതെന്ന് പറയുന്നത്. ഇതിൽ നിന്നെല്ലാം റിക്കവറായി വരണ്ടേ? രേണു തന്നെ രേണുവിൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് രേണു സ്റ്റോറി ആക്കി ഇടുന്നുണ്ടല്ലോ. ഇപ്പോഴും സ്റ്റോറി ആക്കിയിട്ടുണ്ട്, ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞു. ഈ വീഡിയോയ്ക്ക് താഴെയും രേണുവിൻ്റെ ആ ഒരു ക്യാപ്ഷൻ കണ്ടിട്ട് ഒരുപാട് പേര് വിമർശനങ്ങൾ ഇങ്ങനെ കമൻറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ രേണു തന്നെയല്ലേ അതിന് ഇടയുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റിയെന്ന് പറയുന്നത്. അപ്പോൾ രേണുവിന് വേണ്ടത് മനസ്സമാധാനമാണ്, രേണുവിന് വേണ്ടത് നല്ല കമൻറ്റുകളാണ്. അപ്പോൾ ആ ഒരു തരത്തിലാണ് രേണു ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ രേണു തന്നെയാണ് മാക്സിമം ഒഴിവാക്കേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ രേണു ഇത് ഓരോന്ന് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അതിൽ കയറി കൊളുത്തിപ്പിടിക്കാനായിട്ട് ആളുകൾ ഉണ്ടാവും എന്നുള്ളത് ചിന്തിക്കണം. ശരിക്കും പറഞ്ഞാൽ രേണുവിന് വേണ്ട ഒരു നിലവിലത്തെ സാഹചര്യത്തിൽ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മനസ്സമാധാനം, നല്ലൊരു കൂൾ മൈൻഡോട് കൂടിയിട്ട് ഇരിക്കുക. കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു മാറ്റം വരണം, അതിൽ നിന്നെല്ലാം ഒരു റിക്കവറായിട്ട് നല്ല ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരണം എന്നുള്ള ആ ഒരു മൈൻഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നിന്നെല്ലാം കുറച്ചൊന്നും മാറി നിൽക്കുകയാണ് വേണ്ടതെന്ന് പറയാം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന അത് ഡോക്ടേഴ്സ് വരെ ഈ ഒരു തരത്തിൽ വേണ്ട എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് എന്ന് രേണു തന്നെ പറയുന്നുണ്ട്. പക്ഷേ രേണു ഈ പറയുന്ന മാതിരി വീഡിയോസ് ചെയ്യാൻ ആഗ്രഹം അത് രേണുവിൻ്റെ ഇഷ്ടമാണ്, രേണുവിന് ചെയ്യാം. പക്ഷെ അതിനിടയിൽ ഈ പറയുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് പരാമർശിക്കാനായിട്ടും മറ്റുള്ളവർക്ക് വിമർശിക്കാനായിട്ടുള്ള വകുപ്പുകൾ ഒഴിവാക്കി കൊടുക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞത്. ഈ റീലിൽ വേറെ ഒരു തരത്തിലുള്ള കുഴപ്പവും ഞാൻ കാണുന്നില്ല. പക്ഷേ അതിലുള്ള കുഴപ്പമെന്ന് പറയുന്നത് ആ ക്യാപ്ഷനിൽ അങ്ങനെ ഒരു കാര്യം എഴുതി ചേർത്തതാണ് ശരിക്കും പറഞ്ഞൊരു കുഴപ്പമായി മാറിയ കാര്യം എന്ന് പറയുന്നത്. അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ കുറേയധികം കമൻറ്റുകളും അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വല്ല ആവശ്യം ശരിക്കും പറഞ്ഞാൽ രേണുവിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടോ എന്നത് മാത്രമാണ് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിലവിലത്തെ സിറ്റുവേഷനിൽ രേണു ഒഴിവാക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലതെന്ന് പറയുന്നത്. നല്ല രീതിയിൽ ഈ പറയുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഈ പറയുന്ന നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു രോഗത്തിൻ്റെ അവസ്ഥയിൽ നിന്നുമൊക്കെ തന്നെ മോചനം നേടി നല്ല രീതിയിൽ തിരിച്ചു വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റുകയാണ് വേണ്ടതെന്ന് പറയുന്നത്. അതിന് മറ്റുള്ളവരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുന്ന തരത്തിലോട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് വീണ്ടും വീണ്ടും വിമർശനങ്ങളിൽ ഉൾപ്പെടുത്തുന്ന തരത്തിലോട്ടോ കാര്യങ്ങൾ രേണുവായിട്ട് മനഃപൂർവ്വം മാറ്റാതിരിക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. രേണു ആരോഗ്യത്തോടു കൂടി നല്ല രീതിയിൽ തന്നെ തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പേഴ്സണലി ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം അത് തന്നെയാണ്. കാരണം ഒരാൾക്ക് അസുഖമാണെങ്കിൽ ആ അസുഖം മാറണം, അത് മാറിയിട്ട് തിരിച്ചു വരാനായിട്ട് അവർ പ്രയത്നിക്കുന്ന തരത്തിലോട്ടും അവരെ ആ ഒരു തരത്തിൽ അടിച്ചു താഴ്ത്താനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവരതിൽ നിന്നെല്ലാം റിക്കവറായിട്ട് വരട്ടെ. പക്ഷേ അതിനിടയിൽ ഇതുപോലുള്ള കാര്യങ്ങൾ അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അത് രേണു തന്നെ ഒഴിവാക്കേണ്ട കാര്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇനിയെങ്കിലും രേണു ഈ ഒരു തെറ്റ്, ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു തെറ്റ് രേണു തിരുത്തേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യം തന്നെ. അത് ഇനിയെങ്കിലും രേണു മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം കമൻറ്റിലൂടെ പലരും വിമർശിക്കുന്നു എന്ന് പറയും, പലതും പറയുന്നു എന്ന് പറയും. അപ്പോൾ രേണു തന്നെ അത് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് സ്റ്റോറി ആക്കി ഇടുകയും ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ഇടുന്നുണ്ട്. അപ്പോൾ രേണു തന്നെ ഇത് മനസ്സിലാക്കേണ്ടേ. രേണു തന്നെ അവർക്ക് ഇങ്ങനെ പറയാനായിട്ടുള്ള ഒരു ഇട ഉണ്ടാക്കി കൊടുക്കാതിരിക്കുകയല്ലേ വേണ്ടെന്ന് പറയുന്നത്. അത് രേണു ഇനിയെങ്കിലും മനസ്സിലാക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ.